ആമുഖമായി പറയുന്നത് കേരളത്തിന് പരിചിതമല്ലാത്ത വർഗീയ വിദ്വേഷം നിറഞ്ഞൊരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആ ചർച്ചകളിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ചില മുഖങ്ങളും ആ കേസിൽ താല്പര്യം കാണിക്കുന്ന ആളുകളും എല്ലാം കേരളത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായ ചില മാറ്റത്തിന്റെ പ്രകടമായ അടയാളങ്ങൾ കൂടിയാണ്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരുമ്പോ ആദ്യമായി ഉമീദ് ആക്ടിലെ ഈ സെക്ഷൻ 14 എന്ന റൂള്, ഈ ഒരു ഭേദഗതി എന്താണ് വഖഫ്, ഇതിനെങ്ങനെയാണ് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതല്ലാത്ത പൊതുപ്രവർത്തകർ, ഇങ്ങനെ പലരും സുപ്രീം കോടതിയിൽ ആ ഭേദഗതിക്കെതിരായ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വിശ്വാസപരമായി അവർ സമർപ്പിക്കുന്ന ഒരു സ്വത്ത് അത് കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് നോൺ മുസ്ലിംസ് വേണം എന്ന ഒരു നിർബന്ധ നിയമം കൊണ്ടുവരുന്നത് മതവിശ്വാസികളുടെ ഭരണഘടനാപരമായ അധികാരത്തെ റദ്ദ് ചെയ്യുന്നതാണ്. ഏത് മതവിശ്വാസികൾക്കും അവരുടെ മതപരവും ജീവകാരുണ്യപരവുമായ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന്, അവർക്ക് സ്വയം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം നൽകുന്നുണ്ട്. അതിനെ റദ്ദു ചെയ്യുന്നു എന്ന ഒരു പ്രശ്നം അതിലുണ്ട്. രണ്ടാമത്തത് അമിതമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതിലുണ്ട്. മൂന്നാമത്തത് ഇതുമായി ബന്ധമില്ലാത്ത സമർപ്പിക്കുന്ന ഒരു സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ച്, അതിന്റെ നിയമങ്ങളെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകളെ നിർബന്ധപൂർവം അതിലേക്ക് കൊണ്ടുവരിക എന്നൊരു വൈരുദ്ധ്യമുണ്ട്. നാലാമത്തത് വളരെ അപകടകരമായ ഒന്ന് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന ഒരു വിവേചനമാണ്. ഇവിടെ വിവിധ ദേവസ്വം ബോർഡുകളുണ്ട്, അല്ലെങ്കിൽ സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള ഇതര മതങ്ങളുടെ അത്തരം ബോർഡുകൾക്ക് ബാധകമല്ലാത്തൊരു നിയമം മുസ്ലിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ബോർഡിന് മാത്രം ബാധകമാക്കുന്നതിലൂടെ മുസ്ലിം സമുദായത്തോട് കാണിക്കുന്ന വലിയൊരു വിവേചനമുണ്ട്. നിലവിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഇവിടെയുള്ള മുസ്ലിം സമുദായത്തോടും ക്രൈസ്തവ സമുദായത്തോടും ദളിത് വിഭാഗങ്ങളോടും വിവിധ ന്യൂനപക്ഷ സമൂഹങ്ങളോട്, പിന്നാക്ക വിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെ പാർശ്വവൽക്കരണത്തിന്റെ വിവിധ ഉദാഹരണങ്ങളിൽ, വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്നായി നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇനി കേരളത്തിൽ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, 4 പേരാണ് വഖഫ് ബോർഡിനെതിരായിട്ട് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആണ്. രണ്ടാമത്തത് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് എന്ന സംഘടനയാണ്. ആലോചിച്ചു നോക്കൂ, മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ അവരെന്ത് ഉദ്ദേശത്തിലാണോ വഖഫ് ചെയ്തത് ആ താല്പര്യത്തിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബോർഡിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ആളുകൾ കാണിക്കുന്ന ജാഗ്രതയിൽ തന്നെ കൃത്യമായ പന്തികേടുണ്ട്. ദേവസ്വം ബോർഡ്, ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് മുസ്ലിം സമുദായത്തിന്റെ കയ്യിലുള്ള ഭൂമി കുടിയേറി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭൂമി മുസ്ലിം സമുദായത്തിലുള്ള, ക്രൈസ്തവ സമുദായത്തിലുള്ള ആളുകൾ കയ്യേറ്റം ചെയ്തു, ഇങ്ങനെ കേസുകൾ നടക്കുന്നുണ്ട് എന്നതിന്റെ പരിഹാരം, അത് തീർപ്പാക്കാനുള്ള പരിഹാരം ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ കയറ്റലാണോ? അങ്ങനെയാണോ ഇവിടെയുള്ള മറ്റു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ, സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളിലും പ്രശ്നങ്ങളില്ലേ, ആരോപണങ്ങളില്ലേ, പരാതികളില്ലേ? അത് പരിഹരിക്കാനും ഇതേ മാനദണ്ഡം തന്നെയാണോ ഇവിടെയുള്ള ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. രണ്ടാമത്തത്, ഈ 4 ഹർജികൾ സമർപ്പിച്ചപ്പോ ഈ ഹർജികൾ പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം സംസ്ഥാന സർക്കാർ ഒരു കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറിയായ ബി പുഷ്പവല്ലിയാണ് സമർപ്പിക്കുന്നത്. ആ മറുപടി സത്യവാങ്മൂലത്തിന്റെ 4-ാമത്തെ പാരഗ്രാഫിൽ അവർ കൃത്യമായി പറയുന്നത് നിലവിലെ ബോർഡിന്റെ ഘടനയിൽ അപാകതകൾ ഉണ്ട്. ഉമീദ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം നമ്മളൊരു സ്ട്രിക്റ്റ് കംപ്ലൈന്റ്സ് എടുത്ത് ആ 14 പ്രകാരം നമ്മളത് പുനഃസംഘടിപ്പിക്കും എന്നാണ് ഈ ഹർജിക്കാരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള മറുപടിയാണ് റവന്യൂ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ബി പുഷ്പവല്ലി മറുപടി സത്യവാങ്മൂലത്തിൽ വിധിന്യായത്തിന്റെ തലേ ദിവസം കോടതിയെ അറിയിക്കുന്നത്. ഇനി ജൂലൈ 15-ാം തീയതി സത്യവാങ്മൂലം നൽകുന്നത് 14-നാണ്. 15-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്, ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ നിയമിക്കപ്പെട്ട, അതിനെ തുടർന്ന് പല വിവാദങ്ങളും ഉണ്ടായതായി നമുക്കറിയാം, അഡ്വക്കേറ്റ് ജാജി ബാബു. ഈ ജാജി ബാബു എന്ന സർക്കാരിന്റെ AGയോട് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിന് അനുകൂലിക്കുന്നുണ്ടോ, ഈ ഹർജികൾ അനുകൂലിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നു, ഒരു പരിധിവരെ. കോടതി വീണ്ടും ചോദിക്കുന്നു, ഏത് പരിധിവരെ? അദ്ദേഹം പറയുന്നു, 11 അംഗങ്ങൾ വേണ്ട ബോർഡിൽ 9 അംഗങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അതിനെ, അഥവാ ഈ ആക്ടിൽ പറയുന്നത് പ്രകാരം 2 അമുസ്ലിം പ്രതിനിധികളെ കൂടി
ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ പുനഃസംഘടിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഏജ് കൂടി കോടതിയെ അറിയിക്കുകയാണ്. 11ൽ 9 അംഗങ്ങൾ, ആ 9 അംഗങ്ങളില്ല. 11ൽ 9 അംഗങ്ങൾ മാത്രമേ നിലവിലുള്ളൂ എന്ന് പറയുമ്പോ 11ൽ നിന്ന് 9 കഴിച്ചാൽ ബാക്കി 2ആണ്. പിന്നെ ഇവിടെ പരിഗണിക്കുന്ന ഹർജി ഏതാണ്? ഇവിടെ പരിഗണിക്കുന്ന ഹർജി ഈ സെക്ഷൻ 14 പ്രകാരം 2 പേരെ നിയമിച്ചില്ല എന്നതാണല്ലോ ഇതിൽ ഭൂരിപക്ഷം പേരുടെയും ഹർജി. അതിനോട് യോജിച്ചുകൊണ്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ സെക്ഷൻ 14 പ്രകാരം പുനഃസംഘടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗണ്ടർ അഫിഡവിറ്റ് ബി പുഷ്പവല്ലി റവന്യൂ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ നൽകുന്നത്. അതിനെ വാസ്തവമാക്കിക്കൊണ്ട് തന്നെയാണ് AG കോടതിയിൽ സംസാരിക്കുന്നത്. അദ്ദേഹം അവിടെ ഷിയാക്കളുടെ കാര്യമോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഷിയാക്കളുടെ കാര്യമോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഈ 11ൽ നിന്ന് 9 കഴിച്ച് ബാക്കി 2 പേരുടെ കാര്യത്തെ കുറിച്ച് തന്നെയാണ് AG കോടതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതിനെതിരെ ഇതേ സമാനമായ സംഭവം തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സർക്കാർ ഈ വിഷയത്തിൽ ഇവിടെ എന്തെല്ലാം പുകിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കഴിഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്ത് PSC വഖഫ് ബോർഡിലെ ജീവനക്കാരുടെ നിയമനം PSCക്ക് വിടാൻ വേണ്ടി ആലോചന നടന്നു. ആ സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്തെല്ലാം കോലാഹലങ്ങളാണ്. മുസ്ലിമുകൾക്ക് വിശുദ്ധമായ ഒരു ദിവസത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് സമ്മേളനം നടക്കുന്നത്. എന്താണ് ആ സമ്മേളനത്തിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പ്രസംഗിക്കുന്നത്? വഖഫ് ബോർഡിലെ ജീവനക്കാരുടെ നിയമനം PSCക്ക് വിട്ടാൽ അമുസ്ലിമീങ്ങൾ ജീവനക്കാരായി വഖഫ് ബോർഡിൽ വരും. അത് വഖഫ് ബോർഡിന്റെ അന്തസത്തക്ക് നിരക്കുന്നതല്ല. സോവിയറ്റ് കാലങ്ങളിൽ വിവിധ സ്ഥാൻ കൺട്രികളിലൊക്കെ സംഭവിച്ചതുപോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് ഭരണകൂടം മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അപഹരിക്കാൻ പോവുകയാണ് എന്ന് വ്യാപകമായ പ്രചാരണം നടത്തിയില്ലേ? കേരളത്തിൽ ഒരു മുൻ മന്ത്രിക്കെതിരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്ന അർത്ഥത്തിലുള്ള ഗുരുതരമായ ആരോപണം പോലും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉന്നയിച്ചത് പ്രസ്തുത സമ്മേളനത്തിൽ വെച്ചായിരുന്നു. മുസ്ലിം ലീഗിന്റെ തീപ്പൊരി പ്രഭാഷകയും ആഘോഷിക്കപ്പെടുന്ന വനിതാ MLA-യുമായ ഫാത്തിമ തഹ്ലിയ എന്ന് പ്രസംഗിച്ചത് ഇത് പിണറായി വിജയന്റെ വഖഫല്ല, അള്ളാഹുവിന്റെ വഖഫാണ് എന്നായിരുന്നു. എന്തിനു വേണ്ടി? ജീവനക്കാരിൽ PSCക്ക് വിട്ടാൽ അമുസ്ലിമീങ്ങൾ വരുമോ എന്ന ഭയത്തിന്റെ പേരിൽ. അങ്ങനെ അന്ന് ഇവിടെ അതിന്റെ പേരിൽ ഊതിക്കത്തിച്ച് സമുദായത്തിന്റെ വികാരം കേരളത്തിൽ ഒരു ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു മുന്നണി, അതേ പാർട്ടി തന്നെയാണ് ഉമീദ് ആക്ടിലെ 14ാമത്തെ സെക്ഷനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സംഘടനയുമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഭരണകക്ഷിയാണ് ഇന്ന് ഉമീദ് ആക്ടിലെ 14ാമത്തെ സെക്ഷൻ പ്രകാരം പുനഃസംഘടിപ്പിക്കണമെന്നും ആ 2 പ്രതിനിധികൾ ഇല്ലാത്തത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് അഫിഡവിറ്റിലൂടെയും പുഷ്പവല്ലി റവന്യൂ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ കാര്യങ്ങൾ കൃത്യമാണ്. റവന്യൂ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? സംസ്ഥാന സർക്കാരിനെ അല്ലേ? അദ്ദേഹം ജൂലൈ 14-ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച കൗണ്ടർ അഫിഡവിറ്റിൽ മറുപടി സത്യവാങ്മൂലത്തിൽ കൃത്യമായി ഞങ്ങൾ ഈ സെക്ഷൻ പ്രകാരം പുനഃസംഘടിപ്പിക്കാം എന്ന് കോടതി അറിയിച്ചു.